ഹായ് ഫ്രണ്ട്സ്, വാട്ടർ ഹീറ്ററിൻ്റെ ഇതുപോലൊരു പ്രശ്നം പല ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കളും കണ്ടിട്ടുണ്ടാകും. അതായത് വാട്ടർ ഹീറ്റർ ഓൺ ചെയ്തിട്ട് ടാപ്പ് തുറക്കുന്ന സമയത്ത് ടാപ്പിൽ നിന്നും ഷോക്ക് അടിക്കുന്നു എന്നൊരു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റാണ്. വാട്ടർ ഹീറ്റർ ഓൺ ചെയ്തിട്ട് ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവും ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ സപ്ലൈ കാണിക്കുന്നുണ്ട്. അതായത് വാട്ടർ ഹീറ്റർ ഓൺ ചെയ്തിട്ട് വാട്ടർ ഹീറ്ററിൻ്റെ ടാപ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു ടാപ്പിലെ വെള്ളത്തിൽ പോലും സപ്ലൈ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ചെരുപ്പിടാതെയൊക്കെ നിന്നിട്ട് ആ ഒരു ടാപ്പിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, ആ ഒരു വാട്ടർ ഹീറ്ററിനെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഇത് കംപ്ലയിൻറ്റ് എന്താണെന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹീറ്ററിൻ്റെ കോയിലിലേക്ക് സപ്ലൈ കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്തുകൂടി വെള്ളം ലീക്കായിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ദാണ്ട ഈ ഒരു ടെസ്റ്റർ വെച്ചിട്ട് തൊടുന്ന ആ ഒരു ഭാഗത്തു കൂടി വെള്ളം ലീക്കായിട്ട് അവിടെ മൊത്തം ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാവിനെ എല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ടെസ്റ്റർ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാൻഡിങ് പേപ്പറോ വെച്ചിട്ട് അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് അടച്ചെടുക്കണം. ഈ ഒരു ലീക്കായ ഭാഗം അടയ്ക്കാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് എറാൾഡൈറ്റ് ആണ്. എറാൾഡൈറ്റിൻ്റെ 2 ലിക്വിഡും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ഹീറ്ററിന് ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിലെ ELCB അല്ലെന്നുണ്ടെങ്കിൽ RCCB ഉറപ്പായിട്ടും ട്രിപ്പ് ആകണം. പക്ഷേ ഇവിടുത്തെ ELCB ട്രിപ്പായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും ELCB ട്രിപ്പ് ആകാത്തതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളിവിടെ പരിഹരിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ലീക്കായ ഭാഗം നന്നായിട്ട് തന്നെ എറാൾഡൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അകത്തുള്ള വയറും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വാട്ടർ ഹീറ്റർ തുറന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അത് ഉണക്കിയെടുത്തതിന് ശേഷം വയറും കാര്യങ്ങളും എല്ലാം ഉണക്കിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ പുറം കവറിട്ട് നമ്മൾ അടച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു വാട്ടർ ഹീറ്റർ അതിരുന്ന ആ ഒരു ബാത്റൂമിലേക്ക് വീണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കവറും കാര്യങ്ങളും എല്ലാം ഇട്ടതിന് ശേഷം ബാത്റൂമിലേക്ക് തന്നെ ആ ഒരു വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കണക്ഷൻ പൈപ്പും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. കംപ്ലയിൻറ്റ് ഇവിടെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്ററിന് ഇതുപോലൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഈ രീതിയിൽ റെഡിയാക്കിയെടുത്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ.